KGF ചാപ്റ്റർ 2 എന്ന സിനിമയ്ക്ക് ശേഷം ഹോംബാലെ ഫിലിംസ് പ്രശാന്ത് നീൽ കോംബോയിൽ പിറന്ന സലാർ എന്ന സിനിമ അങ്ങനെ ആ ചിത്രത്തിന്റെ 4ാം ദിവസമായ ക്രിസ്മസ് ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ പതിവ് പോലെ തന്നെ കേരളം ഒഴികെ മറ്റെവിടെയും വലിയ രീതിയിൽ കാര്യമായ കളക്ഷൻ ഇടിവൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യൻ മേഖലകളിലെല്ലാം തന്നെ മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ മുന്നേറുകയാണ്. ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 3 ദിവസങ്ങൾ കൊണ്ട് 402 കോടിയായിരുന്നു സിനിമ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. അതേസമയം ഇന്ത്യൻ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 300-350 കോടി റേഞ്ചിലാണ് വിവിധ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന ഫിഗേഴ്സ്. ഈ പറഞ്ഞ 2 മേഖലകളിൽ നിന്നുള്ള ഫിഗേഴ്സിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വിശ്വസിക്കാം. എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഒഫീഷ്യൽ കളക്ഷൻ വരികയാണെങ്കിൽ അതും അറിയിക്കും. ഒപ്പം തന്നെ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കളക്ഷൻ റിപ്പോർട്ടും പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. ഇന്നത്തോടെ 500 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ സലാർ ഉറപ്പാക്കിയിരിക്കുകയാണ്. നാളത്തെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ കാണുവാനായിട്ട് കാത്തിരിക്കാം. അതേസമയം കേരളത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ വീണ്ടും കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 1 കോടിക്ക് മുകളിൽ 1,20,00,000-നടുത്തായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് എങ്കിൽ ഇന്നത് 94 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കോടിക്ക് മുകളിലുണ്ടായിരുന്ന കേരള ഗ്രോസ് 2 കോടിയിൽ നിന്നും താഴേക്ക് പോകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 1.5-2 കോടി റേഞ്ചിലാണ് കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമ 10-11 കോടി റേഞ്ചിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. ഇതിനിടയിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഹിന്ദി നെറ്റ് കളക്ഷനായിട്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 50 കോടിക്ക് മുകളിലെ കളക്ഷനാണ്. അവിടെ മികച്ചൊരു നെറ്റ് കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 270 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ അങ്ങനെ ആകെ മൊത്തത്തിൽ മികച്ച തുടക്കം നേടിയെടുത്തിരിക്കുകയാണ്. ഇനി നാളെ ചൊവ്വാഴ്ച മുതലുള്ള കളക്ഷൻ അറിയാനായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. സലാർ പാർട്ട് 1 സീസ് ഫയറിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിവരങ്ങൾ കേട്ട